ഇത് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഇൻ ഡേ കെയർ ആണ്. പതിവില്ലാത്ത ചേട്ടൻ ഞാൻ ആദ്യം ഒന്ന് എണീറ്റു, എന്നിട്ട് ഞാൻ പിന്നെ കിടത്തി ഉറക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം നോക്കിയപ്പോൾ സോഫ വന്നിരിക്കുകയാണ്. പതിവില്ലാതെ നേരത്തെ എണീറ്റ് ഇരിപ്പുണ്ട് ചേട്ടൻ. സ്കൂളിൽ പോകാൻ റെഡിയാണോ? റെഡിയാണോ പൊന്നെ? കൊച്ചിൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കിയത് പപ്പടം വറുത്തതും ബീട്രൂട്ട് തോരനായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നഗ്ഗറ്റ്സ് എടുത്തു വെച്ചു, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴും കഴിക്കാൻ വേണ്ടി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കൊച്ചിൻ്റെ ഡേ കെയറിലേക്ക്. രാവിലെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും കടലമുട്ട അവരുണ്ടാക്കി കൊടുക്കും. പിന്നെ ഒരു 12:30 ആകുമ്പോഴേക്കാണ് പിള്ളേർക്ക് ചോറ് കൊടുക്കുന്നത്. അരിയും പയറും ഇട്ട് വേവിച്ച് നല്ല അടിപൊളി ചൂടൻ കഞ്ഞിയും കൂടുതൽ എന്തെങ്കിലും തോരനോ ചാറുകറിയോ ഒക്കെ ഉണ്ടാവും. ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിപ്പട്ടാളങ്ങളെ കിടത്തി ഒന്ന് ഉറക്കും. പിന്നെ അവർ എണീക്കുമ്പോൾ ഒരു 2:30-3 മണിയാവും. അപ്പം നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്മാവോ പായസമോ ഒക്കെ ആട്ടോ അവർ കൊടുക്കും. അതുകൂട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡേ കെയറിൽ പോവാൻ. അത് സാർ റെഡി ആയോണോ? സ്കൂളിൽ പോവാണോ പൊന്നെ? നോച്ചിച്ചേ പൊന്നെ? അത് എങ്ങനത്തെ ടൈപ്പാന്നത്? കൊച്ചു സ്കൂളിൽ പോവാണോ പൊന്നാരിയെ? ബാഗിന്നാ സ്കൂളിൽ പോവാൻ ബാഗ് തോർത്തിട്ടോ. വാട്ടർ ബോട്ടിൽ കൊട അത് കൈ പിടിച്ചോട്ടെ. കൊട പിടിച്ചോ. ഈശോപ്പനെ ഒന്ന് പ്രാർത്ഥിച്ചു. ഈശോപ്പച്ച സ്തുതി കൊടുത്തു. സ്തുതി കൊടുത്തു ഈശോയ്ക്ക്. ഈശോയെ സ്തുതി പറഞ്ഞേ. സ്കൂളിൽ പോവാ. ടാറ്റ പറഞ്ഞേ. ഫ്രണ്ട്സ് ആണോ? അത് ആണോ? ആദം ജിജോ. രന്ന പൊന്നെ ജിജോ. ഫ്രണ്ട്സ് ആണോ? 15/9/2022. അതെന്തെങ്കിലും നിൽക്കണേ? ഇഷ്ടപ്പെട്ടോ? പൊന്നെ നീ മിണ്ടാതിരിക്കണേ. ഫ്രണ്ട്സിനെ കണ്ടോ? ആദ്യം ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അവിടെ ആദ്യക്കൂട്ടിന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുമായിട്ട് കൂട്ടായിട്ടോ. ഇവിടെ ഡേ കെയറിനോട് ചേർന്നൊരു അംഗൻവാടിയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് ഒരു 10 കൂടുതൽ പിള്ളേർ. അതുപോലെ തന്നെ ഡേ കെയറിലും ഉണ്ട് ഓൾമോസ്റ്റ് 10-അടുത്ത് പിള്ളേർ. 2 2 ടീച്ചർമാരും 2 ആയമാരും ഉണ്ട്. സത്യം പറയല് നല്ല ടീച്ചേഴ്സും നല്ല ആയമാരുമാണ്. പിള്ളേരെ ഭയങ്കര കംഫർട്ടബിളായിട്ട് ശരിക്കും നമ്മുടെ വീട് പോലെ തന്നെ അവർ കെയർ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുട്ടികൾക്ക് മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നേ. കളിക്ക് കുഞ്ഞാവിടെ കൊടുത്ത് കൂടിക്ക്. അപ്പടി മഴയാണോ? അയ്യോ എന്നാ ചെയ്യും? എന്താ പറ്റി? പോവാൻ പറ്റില്ലേ? സ്കൂളിൽ പോയിട്ട് ചേട്ടൻ വരുന്നുണ്ട്. സ്കൂളിൽ പോയിട്ട് ഡേ കെയറിലൊക്കെ പോയിട്ട് പതുക്കെ ഇറങ്ങി വാ. ബാഗ് എന്തിയേ പൊന്നെ? ബാഗ് എടുക്കും മമ്മി. കൊച്ചിൻ്റെ അമ്മയും മോനും കൂടി ഡേ കെയറിൽ പോയിട്ട് വന്ന മമ്മിക്കൊന്നും കൂടെ പഠിക്കാമല്ലേ മമ്മി? കുഞ്ഞിൻ്റെ ബാഗ് എന്തിയേ? കുഞ്ഞിൻ്റെ ബാഗ് എടുത്തേ. ഉടുപ്പ് പോരല്ലേ ഇവിടുന്ന് ഉടുപ്പ് പോരുവാണോ? ബാഗ് എവിടെ? ഇപ്പൊ വീട്ടിൽ പോയിട്ട് ഉടുപ്പ് പോരാ. അതെ ആണ്ട കിടക്കണം. ഇത് ഉടുപ്പ് അതെ ഇതെല്ലാം മാറിയോ? എന്തിനാ 2 ജോഡി ഡ്രസ്സൊക്കെ ഇടുന്നേ? ബാക്കിയല്ല മമ്മി എടുത്തോളല്ലേ? ബായോ ചേട്ടാ. മമ്മിയും കുഞ്ഞുമാവയും കൂടി
ഫസ്റ്റ് ഡേ കെയർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഷർട്ടൊക്കെ ഊരി കളഞ്ഞു. അവിടെ കിട്ടിയ ഉപ്പുമാവൊക്കെ പാക്ക് ചെയ്താണ് കൊണ്ടുവന്നത് കേട്ടോ. ഉറക്കം കഴിഞ്ഞ് ഷർട്ടൊക്കെ ഊരിയിട്ടിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദുക്കുട്ടൻ്റെ ഡേ കെയർ വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. അത് ബൈ പറഞ്ഞേ, ബൈ ടാറ്റ പറഞ്ഞേ. ഡേ കെയറിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ആൾ ആക്റ്റീവായി. വലിയമ്മയും മോനും കൂടി കളി തുടങ്ങി. അവരവിടെ കളിക്കട്ടെ, നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.